ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇലയടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ഞാനിവിടെ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തേക്ക് നമുക്ക് ആട്ടപ്പൊടിയാണ് വേണ്ടത്. അതിന് 250 ml കപ്പിൽ ഒരു 2 കപ്പ് ആട്ടപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ഉപ്പാണ് വേണ്ടത്. കുറച്ച് ഉപ്പ് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചൂടുവെള്ളമാണ് വേണ്ടത്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട്. അതിന് മുന്നേ ഉപ്പ് ഈ പൊടിയൊന്നും കൂടി ഞാനൊന്ന് മിക്സാക്കിയിട്ട് എടുത്തതാണ്. ഇനി അതിലേക്ക് കുറച്ചീശയായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴക്കുന്ന അത്രയ്ക്കും ടൈറ്റായിട്ട് വേണ്ട. എല്ലാതും കൂടി മിക്സാക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതിന് പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴക്കരുത് കേട്ടോ, അപ്പോൾ നല്ല ഹാർഡായിട്ടിരിക്കും. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് തന്നെ കുഴക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്ര ടൈറ്റ് ആവശ്യമില്ല. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പരത്തിയെടുക്കുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടി ലൂസാക്കി എടുക്കും. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് വേണ്ടത്. ഇത് 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. മധുരം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ടെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ മധുരം കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ടിത് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഓഫാക്കാം. ഇനി ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താൽ മതി, കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ഇനി അതിലേക്ക് ഞാൻ 1 കപ്പ് നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരു പകുതി ഫ്രൈ ആവുന്ന രീതിയിലൊന്ന് നമുക്ക് വറുത്തെടുക്കണം. ഇനി ഇത് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് പകുതി ഫ്രൈ ആയാൽ മതി, നന്നായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ ഞാൻ 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. രണ്ടും കൂടി മിക്സ് ആവുന്ന തരത്തിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഈ തേങ്ങ ആയിക്കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ശർക്കരയും തേങ്ങയും പഴമൊക്കെ കൂടി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഏകദേശം എല്ലാതും കൂടിയിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ആ മാവിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് ലൂസാക്കിയിട്ട് എടുക്കുകയാണ്. ചപ്പാത്തിക്ക് കുഴക്കുന്ന അത്രയ്ക്കും ഒരു ടൈറ്റ് ആവശ്യമില്ല. അങ്ങനെ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വാഴയിലയാണ് വേണ്ടത്. മുറിച്ച് വെച്ചിട്ടുള്ള വാഴയില ഞാൻ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ മാവ് ഞാൻ കുറച്ച് വെച്ചിട്ട് പരത്തി കൊടുക്കുകയാണ്. കൈ വെച്ചിട്ട് നന്നായി തന്നെ പരത്തി കൊടുക്കണം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം തൊട്ടിട്ടാണ് അത് പരത്തി കൊടുക്കുന്നത്. നമ്മളൊരിക്കലും കട്ടിയിൽ പരത്തരുത് കേട്ടോ. നൈസായിട്ട് പരത്താനായിട്ട് ശ്രമിക്കുക. എന്നാലാണ് ടേസ്റ്റ് നന്നായിട്ട് വരുള്ളൂ. കട്ടി കൂടുതലാകുമ്പോൾ അതിനകത്ത് ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഴവും തേങ്ങയും ശർക്കരയും കൂടി മിക്സാക്കിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അത് മടക്കി കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഇലയും കൂടി ഞാൻ പരത്തി കൊടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതും ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട്
ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ 3 അട അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അത് ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.